എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ സ്വന്തം മുത്തപ്പനാണ്, മലബാറുകളുടെ മുത്തപ്പൻ. ഇത് ഞാനെവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ സ്വന്തം ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിലാണുള്ളത്. ബീച്ച് ഇപ്പം വേറെ ലെവലാണ് മക്കളെ, വേറെ ലെവൽ. നമ്മളെ കാണുമ്പോൾ എക്സൈറ്റഡ് ആയി പോകും. പണ്ടത്തെ ബീച്ചാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം വിദേശ രാജ്യങ്ങളുടെ മാതൃകയിലാണ് അവർ ഈ ബീച്ചിന് രൂപമാറ്റം വരുത്തിയിട്ടുള്ളത്. നമ്മുടെ ടൂറിസം മന്ത്രിയും ടീമും അവർക്ക് പണി അറിയാമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ ധർമ്മടം മുഴപ്പിലങ്ങാട് പ്രൊജക്റ്റ് 233 കോടിയുടെ പ്രൊജക്റ്റാണ്. അതിന് 1ാം ഘട്ടമാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. 1 കിലോമീറ്റർ വാക്ക് വേ ആണ്. വാക്ക് വേ മാത്രമല്ല, സൈക്ലിംഗ് ഉണ്ട്, പാർക്കുണ്ട്. അടിപൊളി തന്നെയാണ് ഇവിടെ. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ നഷ്ടം തന്നെയായിരിക്കും അത്. സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളെയും കൂട്ടി വരാൻ പറ്റിയ ഒരു അടിപൊളിയാണ്. അവർ തന്നെ എക്സൈറ്റഡ് ആയി പോകും. ഇപ്പം ബീച്ചിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബീച്ചിൻ്റെ ബാക്ക് സൈഡാണിത്. ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ ഉള്ളത്, അതായത് കുട്ടികളുടെ പാർക്ക്. അത് ഈ സൈഡിലാണുള്ളത്. മുൻ സൈഡ് എന്ന് പറയുന്നത് എടക്കാട് ഭാഗമാണ്. ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം 5:30 കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. എന്നിട്ട് ഒട്ടനവധി ആൾക്കാരുണ്ടായിരുന്നു. കുട്ടികളാണ് ഇവിടെ കളിക്കാനായിട്ട് ഇങ്ങനെ ആർത്തുല്ലസിച്ച് നടക്കുകയാണ്. ഒരുപാട് കളി സാധനങ്ങളുണ്ട്, പലതരം റൈഡ്സ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ വ്യൂസ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറേ പേര് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതിങ്ങനെ നെയിം ബോർഡ്സൊക്കെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുക. ഒരു ബീച്ചിൽ ഇങ്ങനെയുള്ള നെയിം ബോർഡ്സ് ഒന്നും കാണാനില്ല. ഇവിടെ ഇതിൽ എഴുതിയിട്ടുള്ളത് ഇരിപ്പിടങ്ങൾ എവിടെയാണ്, ഫുഡിനുള്ള എവിടെയാണ്, ശൗചാലയം എവിടെയാണെന്നൊക്കെ കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മോഡൽ, ഒരു അടിപൊളി മോഡേൺ സ്റ്റൈലിലാണ് അവർ ചെയ്തിട്ടുള്ളത്. നല്ലൊരു അട്രാക്റ്റീവായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ആൾക്കാർക്കൊരു നല്ലൊരു ഫീൽ ഗുഡാണ് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ. ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്, ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് ഇരിപ്പിടങ്ങൾ അതേപോലെ തന്നെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ടൊക്കെ കൂളായിട്ട് ചില്ല് ചെയ്യാൻ പറ്റും. ഇത് നമ്മളെ പണ്ടത്തെ ഡ്രൈവിംഗ് ബീച്ചാണ്. ഒരുപാട് കാറുകൾ അവിടെ നിർത്തിയിട്ട് കാണാം നിങ്ങൾക്ക്. ഒരുപാട് പേര് ബീച്ചിലും ഇറങ്ങിയിട്ടുണ്ട്. ഈ വ്യൂ നമുക്ക് മേലെ നിന്നുകൊണ്ട്, വാക്ക് വേയിൽ നിന്നുകൊണ്ട് തന്നെ കാണാനും പറ്റും. ഇപ്പോൾ ഏകദേശം സന്ധ്യാവാറായി, ലൈറ്റൊക്കെ മങ്ങി തുടങ്ങി. അവിടെയുള്ളത് ലൈറ്റിങ്ങിൻ്റെയാണ്. രാത്രി അടിപൊളിയാണ് ഈ ബീച്ചിൻ്റെ വ്യൂ കാണാൻ. രാത്രിയാണ് ലൈറ്റ് ഉണ്ടാവുക. ലൈറ്റിടുക, പല കളർ ലൈറ്റൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഫീൽ തന്നെയാണ്. ഒരു മോഡേൺ സ്റ്റൈലാണ് അവർ പ്രിഫർ ചെയ്തത്. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്നത്. ഇത് നമ്മൾ ബീച്ചിലെ കാഴ്ചയാണ്. സൂര്യൻ അങ്ങ് ചക്രവാളത്തിലേക്ക് പോയി തുടങ്ങുകയാണ്. ഏകദേശം സന്ധ്യ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എൻഡിലാണ് മുത്തപ്പനെ കാണുന്നത്. മുത്തപ്പനെ മാത്രമല്ല, ഒരുപാട് വേറെയും രൂപങ്ങൾ വരച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് എനിക്കറിയില്ല തെയ്യത്തിൻ്റെ ഒന്നും. അവിടെ നിന്നിട്ട് കുറേ പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അതൊരു നല്ലൊരു ഫോട്ടോ കോർണറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മുത്തപ്പൻ അടിപൊളിയായിരുന്നു കാണാൻ. അത് വല്ലാത്തൊരു അട്രാക്ഷനാണ് നമുക്ക്. നമ്മൾ മലബാറുകാർക്ക് തെയ്യം തിറാന്നെല്ലാം പറയുന്നത് ഒരു വികാരമാണല്ലോ. പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്കൊരു അട്രാക്ഷനാണത്. ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കാറുകളും വണ്ടികളൊന്നും ബീച്ചിൽ നിന്ന് പോയിട്ടില്ല. എല്ലാവരും അങ്ങനെ ഉല്ലസിക്കുകയാണ് അല്ലേ. ഇവിടെ നമുക്ക് വേണ്ട ഫുഡും ഒക്കെ കിട്ടും. ഐസ്ക്രീംസും ബാക്കി വേറെ ഐറ്റംസൊന്നും അവർ സെറ്റ് ചെയ്തിട്ടില്ല. എല്ലാം ഓൺഗോയിങ് ആണ്. ഒരുപാട് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് 2 സൈഡിലും. പിന്നെ പുൽത്തകിടിയുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. പിന്നെ ഒരുപാട് രൂപങ്ങളുണ്ട്, അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം. നല്ലൊരു വിശാലമായൊരു സ്ഥലമാണ്. ഒരു ചെറിയൊരു ഒതുങ്ങിയ സ്ഥലമൊന്നുമല്ല, നല്ല വീതിയിലാണ് അവരെടുത്തിട്ടുള്ളത്. ഒരുപാട് കൊത്തുപണികളൊക്കെ ഇവിടെ ഉണ്ട് മുന്നിൽ, മുത്തപ്പൻ്റെ സൈഡിൽ. ഇവിടെ നിന്ന് ഒരു കുട്ടികൾ ഫോട്ടോ എടുക്കുന്നുണ്ട്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ നല്ലൊരു സ്പോട്ടാണ് ഫോട്ടോസിന് വേണ്ടിയിട്ട്. മുത്തപ്പനെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. ഇത് ചെയ്തു വെച്ച കലാകാരൻ എന്തായാലും അടിപൊളിയാണ്. ഇവിടെ നിന്ന് നമുക്ക് കടൽ കാണാൻ പറ്റുന്നുണ്ട്. കടലിന് കുറച്ചുകൂടി ഭംഗി വെച്ചോ എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഫീലാണ്. ആ ഒരു വൈബ് വേറെ തന്നെയാണ്. നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ കടലിനെ കാണുമ്പോൾ നമുക്കെല്ലാം മറന്നു പോകും. ഇതിപ്പോൾ രാത്രിയായി, ലൈറ്റ് ഇട്ടു, ഒരുപാട് ലൈറ്റിംഗ് ഉണ്ട്.
രാത്രിയായിട്ട് ആൾക്കാർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ശരിക്കും ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത്, കൂടുതൽ എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിയിൽ യൂസ്ഫുൾ ആകുന്നത് കുട്ടികൾക്കാണ്. ഒരുപാട് കളി സാധനങ്ങളും റൈഡ്സും ഒക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും അവർക്ക് കളിക്കാൻ. പിന്നെ പാരൻസിനാണെങ്കിൽ അവിടെ ഇരിക്കാനും സംസാരിക്കാനും ചില്ല് ചെയ്യാനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്, നല്ല ഇരുടായിട്ടും ആൾക്കാർ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാണ്. എന്നാലും നമുക്കൊരു വളരെ അഭിമാനമാണ് നമ്മുടെ മുഴപ്പിലങ്ങാട് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും, നമ്മുടെ രാജ്യത്ത് തന്നെ ഏഷ്യയിൽ തന്നെയുള്ള നമ്പർ 1 ഡ്രൈവിംഗ് ബീച്ചാണ്. അതിൻ്റെ പേരിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമാണ് മുഴപ്പിലങ്ങാട് ബീച്ചിനെ പറ്റിയിട്ട്. ഇതിപ്പോൾ അതിൻ്റെ ലെവലൊന്ന് വേറെയായി മാറുകയാണ്. ടൂറിസ്റ്റുകൾക്ക് അട്രാക്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് വേറൊന്നും വേണ്ട ഇതിനപ്പുറം. എന്തായാലും ഒരുപാട് കാഴ്ചകളുണ്ട്, അതിൽ കുറച്ച് കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. എല്ലാവരും മുഴപ്പിലങ്ങാടേക്ക് വരിക, അടിച്ച് പൊളിക്കുക. ഓക്കെ, വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.